സുറുക്കരുക്ക മുക്ക മുഴുമ്പോട്ടെ ബത്തി കുഴുമ്പെ മുറക്കിലെ കത്തി പൊടിച്ചേ പിസ്താസൊമ്മക്കിറയെ. ഈ ഒരു പാട്ടോടെയാണ് ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ എപ്പിഡോസ് തുടങ്ങിയത്. ഇന്നത്തെ എപ്പിഡോസിലെ പാട്ടൊരു തേങ്ങ മനസ്സിലായിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. പല ആൾക്കാരുടെ വൃത്തികെട്ട മുഖം വരെ നമുക്ക് മനസ്സിലായി. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ബിഗ് ബോസിൽ ഒരു ടാസ്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോ ഞാൻ ചെയ്തില്ല, കാരണം എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു വലിയ വ്യക്തത കാണത്തില്ല. ഒരു തമാശയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളെ റെസിപ്പിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ തരാം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്ലക്കനെ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അതോടൊപ്പം താഴെ ഒരു ഹൈപ്പ് എന്നൊരു ബട്ടൺ വരും. ആ ഹൈപ്പേലും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതൊരു ചെറിയ ഹൈപ്പായിട്ട് മാറും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തുടങ്ങിയപ്പോഴത്തേനും ഒരു ടാസ്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 4-5 പേരെ പിടിച്ച് പുറത്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും അകത്ത് കിടപ്പുണ്ട്. ഈ പുറത്ത് കിടക്കുന്ന ആളെ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ പൊക്കിയെടുത്ത് ഒരു റെഡ് ലൈനിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാൾ ഗെയിമിൽ നിന്ന് ഔട്ട്. ഇതൊരുമാതിരി മറ്റേ ജുമാൻജി ഗെയിം പോലത്തെ ഒരു സാധനമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അക്ബറും അപ്പാനി ശരത്തും ബിന്നിയും ഡോക്ടർ ബിന്നിയും കൂടെ ചേർന്നിട്ട് ശൈത്യനെ എടുത്ത് വെക്കാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ശൈത്യ അവിടെ എത്താറായപ്പോഴത്തേക്കും ഏത് ഞാനോ എന്ന് പറഞ്ഞിട്ട് ചാടി ഞെട്ടി അങ്ങോട്ട് എണീറ്റ്. സംഭവം നൈസിന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ ആ പാട്ടിൽ അങ്ങോട്ടങ്ങ് തുടങ്ങി. അപ്പോൾ പൊതുവേ പാട്ട് കേട്ടൊക്കെ എന്തെങ്കിലും ബന്ധം കാണും. ഞാൻ വിചാരിച്ചൊരു തേങ്ങ ഇന്നത്തെ എപ്പിസോഡ് മനസ്സിലാകത്തില്ലെന്ന്. പക്ഷെ പല കാര്യങ്ങളും മനസ്സിലായി. ഈ പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സ്ഥിരം കാണുന്ന പോലെ തന്നെ അനീഷ് തേരാപ്പാര നടക്കം. ഇയാൾക്ക് ഇതിനും വേണ്ടി നടക്കാനുള്ള സ്ട്രെങ്ത് എവിടുന്ന്? ഇയാൾക്ക് മാത്രം ബൂസ്റ്റാണ് ഇതിനകത്ത് കലക്കി കൊടുക്കുന്നത്. ഇങ്ങനെ നടന്ന് ഷാനവാസ് ചൊറിയാൻ തുടങ്ങി. നമുക്ക് ഷാനവാസിന്റെ ചൊറി ചെറുതായിട്ടൊന്ന് കാണാം. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരുത്തന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ നീ ആറും വൃത്തികെട്ടവനെ. അങ്ങനെ മറ്റൊരാളാ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ശരീരത്തിൽ കയറി സ്പർശിക്കാനുള്ള അവകാശം നമുക്കില്ല സുഹൃത്തെ. അങ്ങനെ ചെയ്യാതിരിക്കുക. ഷാനവാസിന് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മുഴുവൻ ഒരു സവിശേഷതയുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തിരിച്ചൊരു മറുകൊടുപ്പിനുള്ള സാധനം കിട്ടും. ഈ കൊടുപ്പിനുള്ള മറുകൊടുപ്പ് സാധനം അപ്പം തന്നെ അപ്പാനീശരത്ത് വന്നത് മൂലം മറുകൊടുപ്പ് അനീഷിന് കൊടുക്കാൻ പറ്റി. മറുകൊടുപ്പ് ഒന്ന് നമുക്ക് നോക്കിയാലോ. മറുകൊടുപ്പല്ല, മറിച്ചുള്ള കൊടുപ്പ് ഒന്ന് കണ്ടോളെ. പോടാ ചൂലെ, എടാ നീയൊക്കെ എല്ലാ എണ്ണവും ചൂലാണല്ലോടാ. അത് കഴിഞ്ഞ് അവിടെ നടന്ന ഏറ്റവും മനോഹരമായ മാധുര്യമായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ രേണു സുധി ആറ്റുനോറ്റൊരു കണ്ടന്റ് കിട്ടുമോ നോക്കിയിരിക്കുകയായിരുന്നു. പുള്ളിക്കാരുടെ മൈൻഡിലുള്ള ആകെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനെ അവിടെ പുറക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു. കയറിയപ്പോൾ തന്നെ സുധിച്ചേട്ടോ ഞാൻ വന്നു ചേട്ടോ എന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറി ചെന്നത്. പുള്ളിക്കാരിക്ക് വീണ് കിട്ടിയൊരു അവസരമാണ്. അക്ബർ പുള്ളിക്കാരിക്ക് ഒരു ഇരട്ടപ്പേരിട്ടു. ടാസ്ക് പരമായിട്ട് ഇട്ട ഇരട്ടപ്പേരോ സെപ്റ്റി ടാങ്ക്. രേണു അതിനകത്ത് കയറി ഇങ്ങോട്ട് പിടിച്ചെൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. രേണു അതിനെ പല കാർഡുകൾ ഉപയോഗിച്ച് പെരുമാറാൻ തുടങ്ങി. നമുക്ക് അതിൻ്റെ ചില പ്രസക്ത ശകലങ്ങളൊന്ന് കണ്ടു നോക്കാം. സ്ത്രീത്വത്തെ അപമാനമാവുന്ന എങ്ങനെയാ? താങ്കൾ കണ്ട തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് അത് സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്നു എന്ന് പറയുന്നതിൽ എങ്ങനെ ശരിയാവും? അതായത് താങ്കളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് തെറ്റാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ സ്ത്രീത്വത്തെ മൊത്തത്തെ അവഹേളിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയേണ്ട കാര്യം ഇതിനകത്തില്ല. നമുക്ക് രേണു പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ഓരോ വിധവയ്ക്കും വേണ്ടി ഞാൻ എടുക്കൂ? നിങ്ങൾ വിധവകളുടെ റെപ്രസെന്റേറ്റീവ് അല്ലേ? നിങ്ങൾ രേണു സുധിയാണ്. പുറത്ത് കോൺട്രവേഴ്സികളുടെ അയ്യരുകളിൽ നടത്തിയ രേണു അവിടെ ചെന്നിട്ട് ഒരു കോൺട്രവേഴ്സി കിട്ടാനായിട്ട് കിടന്ന് മെഴുകുന്നൊരു സാഹചര്യം കണ്ടിട്ട് സങ്കടം തോന്നിപ്പോയി. അപ്പോൾ മനസ്സിലായില്ലേ, പുറത്ത് കിടന്ന് വായ്ത്താളം അടിക്കുന്ന പോലെയല്ല കുറച്ച് കഴിവുള്ളവരുടെ കൂടെ ചെന്നാലുള്ള അവസ്ഥ എന്നുള്ളത്. രേണുവിനൊന്നുമില്ല. ഒരു സെപ്റ്റിക് ടാങ്ക് പിടിച്ച് രേണു അങ്ങ് തുടരടാ. ഇത് തന്നെ സംഭവം. സ്ത്രീത്വത്തെ അപമാനിച്ചു. മറ്റേ വിധവകൾക്ക് വേണ്ടി ഞാൻ വന്നു, വിധവകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നു, സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ വന്നു, അമ്മമാർക്ക് വേണ്ടി ഞാൻ വന്ന്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? നിങ്ങൾക്കൊരു വ്യക്തിത്വം ഇല്ലയോ? നിങ്ങളെന്ന വ്യക്തിത്വത്തെ അല്ലേ കാണിക്കേണ്ടത്? നിങ്ങളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചാൽ തെറ്റാട്ടോ. എന്നിരുന്നാലും സ്വന്തമായിട്ട് പറഞ്ഞു നിൽക്കൂ. PR ടീമുകളുടെ PR പുറത്ത് സഹിക്കാൻ പറ്റാത്ത സാധനം. സെപ്റ്റിക് ടാങ്ക് ഒന്ന് വിളിച്ചിട്ടും കരയാതെ രേണു. എനിക്ക് നാണം ഉണ്ടാണ് നിനക്കൊക്കെ. ഇനി ഇതിനകത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുത്തു. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരു സുനാപ്പി ഉണ്ട്, ചില 3 പേരുടെ കയ്യിൽ.
ആ സുനാപ്പി ആരുടെ നിൽക്കുന്നു, ആ സുനാപ്പി ഉള്ളവർക്ക് മാത്രമേ വീട്ടിലെ സകല വസ്ത്രങ്ങളും, ഇവർ കൊണ്ടുവന്ന സകല വസ്ത്രങ്ങളും, സാമഗ്ന രംഗമ വസ്തുക്കളെല്ലാം ലഭിക്കത്തുള്ളൂ. അപ്പൊ അത് നെവിൻ കുറെ നേരം കൊണ്ട് അവരുടെ അടിച്ചു മാറ്റുന്നു, ഇവരുടെ അടിച്ചു മാറ്റുന്നു. അങ്ങനെ നെവിൻ അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ഈ പുള്ളിക്കാരൻ ഫാഷൻ ഡിസൈനറോ കൊറിയോഗ്രാഫറോ ഏതാണ്ടാ. പുള്ളിക്കാരനാണെങ്കിൽ കൊടുത്തു വെക്കുന്നതാണെങ്കിൽ യൂണിഫോം പോലെ ഒരു വള്ളി നിൽക്കറ്. പുള്ളിക്കാരൻ അത് സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ ബിഗ് ബോസിനോട് താണ് കേണ് കെഞ്ചി അപേക്ഷിക്കുക, സാറേ എനിക്ക് എന്റെ വസ്ത്രം താ സാറേ എന്ന് പറഞ്ഞിട്ട് കെഞ്ചി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസ് ദാണ്ട്ര കൊടുത്തൊരു മറുപണി എന്ന് പറഞ്ഞാൽ, നിലവിൽ ഈ സാമാനം ഉള്ളതെന്ന് പറഞ്ഞാൽ ജിസേലിന്റെ കയ്യില് നമ്മുടെ ഹിന്ദിക്കാരി, ആദില നൂറയുടെ കയ്യില്, ആര്യന്റെ കയ്യില്. അവരുടെ നിന്ന് ഈ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിൽ നിന്ന് എല്ലാവരിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്ത് ഇവരുമായിട്ട് വാഗ്വാദം നടത്തി നീയല്ല ഞാനാണ് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ആ സാധനം മേടിക്കണം. എങ്ങനെ? നീ എലിജിബിൾ അല്ല, ഞാനാണ് അതിന് എലിജിബിൾ എന്ന് പറഞ്ഞ് സാധനം മേടിക്കണം. അങ്ങനെ ഇവർ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ജിസേലിനെതിരെ സംസാരിക്കാനായിട്ട് നെവീനെ സെലക്ട് ചെയ്തു. നെവീനാണെങ്കിൽ തുണി കിട്ടാതെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നൊരു യുവ ഹൃദയമായിരുന്നു. കളർഫുൾ ഡ്രസ്സിൽ എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ലിപ്സ്റ്റിക് വരി പെട്ടുന്നുണ്ട്, എന്തരാണോ എന്തോ. അതിനുശേഷം ആദില നൂറയ്ക്കെതിരെ സംസാരിക്കാൻ ശാരികയുടെ സംസാരം ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ശാരികയാണ് ഇതിനെതിരെ വന്നത്. ആര്യനെതിരെ സംസാരിക്കാൻ ഒനിയൻ മതി, ഒനിയനാണ് വന്നത്. ഇതിനകത്ത് സംസാരം തുടങ്ങി. ആദ്യം ജിസേൽ സംസാരിച്ചു. ജിസേലിന് മലയാളം അറിയാത്തതുകൊണ്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ട് നമ്മുടെ നെവിൻ കയറി സ്കോർ ചെയ്ത് അവൻ എങ്ങനെ തുണി കിട്ടിയാലേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നെവിൻ ആ കോമ്പറ്റീഷനിൽ ജയിച്ചു. അതിനുശേഷം ശാരിക വന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഹോട്ട് സീറ്റിലിരുന്ന് ഓപ്പോസിറ്റ് വരുന്നവരെ കിടുകിട വിറച്ച് മുള്ളിക്കുന്ന ശാരിക പറഞ്ഞ കാര്യം ഒന്ന് കേട്ടോണേ. എൻ്റെ കൈയൊന്ന് ചെറുതായിട്ട് ഇതായതുകൊണ്ട് ഞാനങ്ങ് പുറത്തോട്ട് വീഴുമായിരുന്നു. അവർക്ക് ഇത് കൊണ്ട് നടക്കാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനാണ് എന്ന് പറയേണ്ടതിന് പകരം സ്കൂളിൽ ഒരുമാതിരി ലേറ്റായിട്ട് വന്നിട്ട് പിള്ളേർ എക്സ്ക്യൂസ് പറയുന്ന പോലെ ശാരിക കിടന്ന് മെഴുകുകയാണ്. എന്തൊരു ശാരിക ചേച്ചി ഇത്. പക്ഷെ പറഞ്ഞ് ജയിക്കാൻ പറ്റിയില്ല കേട്ടോ, അവർ തന്നെ കൊണ്ടുപോയി. അതിനുശേഷം നമുക്ക് ഒനിയൻ പറഞ്ഞ 1-2 സംഭാഷണം കേൾക്കാം. ഇവരെല്ലാം, നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നവരെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കൊള്ളാത്തവനാണ്, ഞാനാണ് എലിജിബിൾ എന്ന് പുറത്ത് നിൽക്കുന്ന ആളോടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഞാനവിടെ പാചകം ചെയ്തു, ഞാനവിടെ കക്കൂസ് കഴി, ഇതല്ല പറയേണ്ടത്. ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിവരം കെട്ടങ്ങളാണ് ഒനിയൻ പറയുന്നത്. നമുക്ക് കേൾക്കാം. ചെറിയ കാലയളവിൽ ഇത്ര 20 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്, അതും വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് തുണിയും മണിയും എല്ലാം കൂടി എടുത്തു തരണോ? താങ്കൾ ഉണ്ടാക്കണ്ട, ആരെങ്കിലും ഉണ്ടാക്കിക്കോളും. ഞാൻ പാചകം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ തുണിയിടാൻ യോഗ്യനാണ്, എൻ്റെ തുണിയും മണിയും പെട്ടിയും കിടക്കല്ലാട്. നല്ല ന്യായീകരണം. ഇനി ഇതിന് ആരെയും കൊടുത്ത മറുപടി നമ്മളും പറഞ്ഞില്ലേ, ഞാനാണ് കക്കൂസ് എഴുതുന്നത്, ഫുഡ് കഴിച്ചാൽ മാത്രം പറ്റത്തില്ലല്ലോ. കേട്ടോ? പിന്നെ ഈ കാണുന്ന ബാൻഡിനെ എത്രമാത്രം സ്നേഹിക്കണോ എനിക്കറിയാം. ഇത് നെവിൻ അടിച്ചു മാറ്റിണ്ടായിരുന്നു. എടാ, നീ അതിനെ സ്നേഹിക്കുവോ, നീ അതിനെ പ്രണയിച്ച് കല്യാണം കഴിക്കുവോ, എന്താന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്യും. ഇതൊന്നും നമ്മനെ ബാധിക്കുന്ന പ്രശ്നമല്ല, മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിനകത്ത് സംഭവിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ ശാരിക തോറ്റു, അതേപോലെ തന്നെ നമ്മുടെ ഒനിയൻ തോറ്റു. ആകെ ജയിച്ചത് നമ്മുടെ നെവീൻ മാത്രമാണ്. നെവീൻ തോപ്പിച്ചതാരെയാണ് നമ്മുടെ ഹിന്ദിക്കാരി അതിന് വീണ്ടും ഒരു ന്യായീകരണമായി വന്നു. നമുക്ക് ന്യായീകരണം ഒന്ന് കേട്ടോളാം. ആടാ, കോമൺ സെൻസ് ഉണ്ടടാ, നിനക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പറഞ്ഞ ചെറുക്കൻ തുണിയും മണിയും ഇല്ലാതെ അവൻ ലിപ്സ്റ്റിക് എടുത്ത് ദേഹത്ത് മൊത്തം വാരി പരട്ടി അവൻ നിനക്ക് തുണിയെല്ലാം കൂടെ തരാം. മലയാളം ബിഗ് ബോസിലേക്ക് തന്നെയല്ലേ വന്നത്. സൽമാൻ ഖാനെ മോഹൻലാലിനെ കിടമ്പോൾ മനസ്സിലായില്ലയോ മലയാളം ബിഗ് ബോസിലാണ് താന്. അപ്പം മലയാളം പറയുന്നവർ നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. അത് മനസ്സിലാക്കി വേണമായിരുന്നു നമ്മൾ ഇതിനകത്തേക്ക് ഓരോ ചുവടുകളും എടുത്തു വെക്കാൻ. ഈ ചുവടുകൾ എടുത്ത് വെക്കുന്നതൊന്നും മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ശാരിക തോറ്റുപോയി. ഈ ഒരു മത്സരത്തിൽ ആ തോറ്റ ശാരിക ജിസേലിനോട് പറയുക, നമ്മുടെ ഹിന്ദിക്കാരോട് പറയുക, മലയാളം പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് നീ തോറ്റുപോയെന്ന്. മലയാളം പണയാൻ അറിയാഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ട് ജയിച്ചില്ല? തോറ്റു, നിങ്ങളും തോറ്റു. അപ്പൊ കൂടുതലും മെഴുകലൊന്നും വേണ്ട, മൂലയ്ക്ക് പോയി മാറിയിരിക്കുക. ജയിച്ചത് പറയാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നെവിന് മാത്രമേ പറയാനുള്ള യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നെവീൻ എന്തൊക്കെയോ കുറെ മെഴുകലുകളൊക്കെ ചെയ്യുന്നുണ്ട്. മെഴുകലെന്ന് പറഞ്ഞാൽ പക്കം മെഴുകൽ. ഈ ക്യാമറയോട് ഇനി ഞാൻ മിണ്ടില്ല, ഇവിടുന്ന് തീന്തരയോട് തോവും. എന്തോന്നടേ ഇത്? എടാ, നീ ആ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, നീ നന്നായിട്ട് ജീവിക്ക്. ക്യൂട്ട്നെസ് മെഴുകുന്ന പരിപാടി ഇടല്ല കേട്ടോ. ഞാൻ ഈ LGBT ഇതിനൊന്നും എതിരല്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷെ ഈ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന സാധനം സഹിക്കാൻ പറ്റത്തില്ല. ഈ നെവിൻ പക്ഷെ അങ്ങനൊന്നും അല്ല, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ക്യൂട്ട്നെസ് വിതറാൻ വേണ്ടി ഈ ക്യാമറയോട് ഞാൻ മിണ്ടില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ വന്നില്ല,
ഞാൻ കൂട്ടമായിട്ടിരിക്കുമ്പോൾ നീ വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് നീ വന്നുള്ളൂ, പോ അവിടുന്ന്. എൻ്റെ പൊന്നളിയ, നമ്മുടെ സ്വന്തം സ്വഭാവം കാണിക്കട്ടോ. ഈ ക്യൂട്ട്നെസ് ഒന്നും നമുക്ക് കാണണ്ട നമുക്ക്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ കമ്മ്യൂണിറ്റിക്ക് എതിരൊന്നും അല്ല കേട്ടോ. ഇതിനകത്ത് പുറത്തേക്ക് വന്ന ബിഗ് ബോസ് കൊടുക്കാത്തതായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് പേര് യൂസ് ചെയ്തു. ബിന്നി കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ജിസേൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. രണ ഫാത്തിമ ബാൻഡ് എന്തോ യൂസ് ചെയ്തു. ഷാനവാസ് ഷൂസ് യൂസ് ചെയ്തു. അപ്പം ബിഗ് ബോസ് അതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഇവർ യൂസ് ചെയ്ത് അത് വിട്ട്. അതൊന്നുമല്ല, ഡോക്ടർ ബിന്നി ബോധവും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഡോക്ടർ ബിന്നി ഇത് തിരിച്ചു കൊടുക്കാത്തതിന് പറഞ്ഞൊരു ന്യായീകരണം. എൻ്റെ അണ്ണ, ഇതൊക്കെയാ ന്യായീകരണം. എന്നാ പിടിച്ചോ. ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തോ? ഇല്ല. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തോ? ഇല്ല. ഞാൻ എന്തിനിതൊക്കെ സൂക്ഷിച്ചു വെച്ചു? നിങ്ങൾ കൃത്യമായി തിരക്കുന്നുണ്ടോ എന്നറിയാൻ. വീരപ്പൻ കാട്ടിപ്പോയി മോഷണം നടത്തിയിട്ട് പറയുക പോലീസ് എന്നെ പിടിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അമ്മാര് സെറ്റപ്പല്ലി ഉണ്ടായി കാണിച്ചേ. മോഷണം അഥവാ കള്ളത്തരം, അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനി നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. കഷ്ടം തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടാസ്ക് നടന്നു. ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇന്നലത്തെ സംഭവത്തിന്റെ തുടർച്ചയാട്ടോ. വീക്ക്ലി ടാസ്ക്. ഇത് ജയിക്കുന്ന ആൾക്ക് പണിപ്പുരയിൽ കയറിയിട്ട് ഇവരുടെ സൂത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരുമാതിരി ഒരു കല്ലുകളി, പണ്ടത്തെ മുട്ടായി പെറുക്കൽ പോലത്തെ കളിയാണിത്. ചുമപ്പ്, കറുപ്പ്, ഗോൾഡ്, ഡെസ്റ്റിനി, എന്തൊരു കളർ, ഇങ്ങനെ കുറെ കല്ലുകളുണ്ട്. ഈ കല്ലുകൾ മാക്സിമം ശേഖരിക്കുക. കറുപ്പാണെങ്കിൽ പണി, ചുവപ്പാണെങ്കിൽ ഒന്നുമില്ല, ഗോൾഡൻ ആണെങ്കിൽ നോമിനേഷൻ ഫ്രീ, അങ്ങനെ എന്തൊക്കെയോ കുറെ ഫീച്ചേഴ്സ് ഉള്ള കുറെ കല്ല് പെറുക്കി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ മുട്ടായി പെറുക്കൽ ചെയ്യത്തില്ലയോ, ആ മുട്ടായി പെറുക്കലിന്റെ സമാനമായ കുറെ കല്ലുകളി. ആ കല്ലുകളിലൂടെ ജയിച്ചതെന്ന് പറഞ്ഞാൽ അക്ബർ ജയിച്ചു, അതേപോലെ തന്നെ അബി ജയിച്ചു. അബിയുടെ കയ്യിൽ ഗോൾഡ് കിട്ടിയതുകൊണ്ട് അബിക്ക് കിട്ടിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നോമിനേഷൻ വിടാം. അബി ഷാനവാസിനെ പിടിച്ച് നോമിനേഷൻ കിട്ടു. അക്ബറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കുറേ എണ്ണം കിടപ്പുണ്ടല്ലോ, അകത്ത് കയറാൻ പറ്റാതെ മറ്റേ വരയ്ക്കാത്തതുകൊണ്ടിടെ, അതിലൊരാളെ സ്വാപ്പ് ചെയ്യാം. അപ്പം ഷാനവാസിനെ പിടിച്ച് അകത്ത് കയറിയിട്ട് മുൻഷി രഞ്ജിത്തിനെ പിടിച്ച് പുറത്തിട്ടു. വെരി റോങ് ഡിസിഷൻ. അത് ഉറങ്ങിപ്പോകുന്ന, അത്രയും സ്കില്ലില്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത അങ്ങനെ ആളെ നോക്കിയിടണമായിരുന്നു. പുള്ളിക്കാരനാണ് ഉറങ്ങാതെ തേരാപ്പാര നടക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഷാനവാസ് അകത്ത് വന്നിട്ട് കുറെ മെഴുകൽ. ഷാനവാസ് പുറത്ത് കിടന്ന സമയത്ത് കൂടുള്ളവരെ എല്ലാം പറഞ്ഞ് ക്യാൻവാസ് ചെയ്തു. നമ്മൾ 4 പേരും ഒരു ടീമാണ്, നമ്മൾ ഒരു കാരണവശാലും പറ്റരുത്, നമ്മൾ തക്കം പാർത്തിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടന്നു കൂർക്കം വലിച്ചേർന്ന് അങ്ങോട്ട് ഉറങ്ങി. ഉറങ്ങിയിട്ട് അകത്ത് കയറിയിട്ട് പുള്ളിക്കാരൻ ഒരു ഡയലോഗ് അങ്ങ് അടിച്ചു. എന്തിനാണ് ഡയലോഗ്? ഞാൻ ഉറങ്ങിയതല്ല, അഭിനയിച്ചതാണ് ഞാൻ. എന്തിനഭിനയിച്ചു? ചുമ്മാ അഭിനയിച്ചു. അതിൻ്റെ ഗെയിമാണത്. അതായത് നമ്പാൻ കൊള്ളാത്ത ഒരുത്തനാണെന്ന് പുള്ളി തന്നെ അങ്ങോട്ടങ്ങ് തെളിയിച്ചു. അയാളെ നമ്പി 4 പെൺപിള്ളേരായിക്ക് കാവിലിരുന്നു. അയാൾ കിടന്ന് സുഖസുന്ദരമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിക്കൊടുത്തു. ഷാനവാസ് ആ സമയത്ത് പറഞ്ഞ ഒരു കുഞ്ഞു ന്യായീകരണം, എനിക്ക് ആ ന്യായീകരണം കേട്ടിട്ട് കേട്ടു നോക്ക്, നിങ്ങൾ കേട്ടു നോക്ക്. I am the best actor on television awarded the Oscar winner ജേതാവാൻഡ്. എടാ ചുമ്മാ നമ്മളങ്ങ് പറഞ്ഞാൽ മതിയോ ഐ ആം ദ ബെസ്റ്റ് ആക്ടർ ഇൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രി? അപ്പം ഞാനും പറയാലോ ഐ ആം ദ ബെസ്റ്റ് യൂട്യൂബർ ഇൻ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രി. പൊന്നളിയാ, സ്വയം പൊങ്ങിയാകാം, ഒരു മയത്തിനൊക്കെ പൊങ്ങ്. ഈ നമ്മളാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് വേറെ ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ലെങ്കിൽ ഇനി അധികം പുറത്ത് പറയണ്ട കേട്ടോ. എനിക്ക് താങ്കളുടെ ആക്ടിങ് സ്കില്ലൊന്നും അറിയത്തില്ല, പക്ഷേ നിങ്ങൾ ഇതിനകത്തെ അഭിനയം വെച്ചിട്ട് നിങ്ങളുടെ അഭിനയം എല്ലാം പൊളിയുന്നുണ്ട്. ശരി, ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ഷാനവാസിന് എന്തൊക്കെയോ കിട്ടിയ ഉടനെ തിരിച്ചു കൊടുക്കാനുള്ളൊരു പ്രത്യേകതരം ഒരു കഴിവ് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് RJ ബിൻസി ഷാനവാസിനെ ഒരു സാധനം പറയും. ആ സാധനം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതൊരു ഫണ്ണാട്ടോ. ബിൻസി എടിപൊടി എന്നൊക്കെ വീട്ടില് ബിൻസി എന്ന് പറഞ്ഞിട്ട് ബിൻസി ഒരു കൊടുപ്പങ്ങട്ട് കൊടുത്ത്. അപ്പോൾ ബിൻസിക്കടിച്ചു ഒരു കുതിരപ്പവൻ. ഈ കുതിരപ്പവൻ വെട്ടിക്കളഞ്ഞിട്ട് ആ കുതിരപ്പവനെ ഇങ്ങോട്ട് എടുക്കുന്ന ഒരു അടി തിരിച്ച് ഷാനവാസിന് അപ്പം തന്നെ കൊടുക്കാൻ പറ്റി. കൊടുത്ത കൊല്ലത്ത് മാത്രമൊന്നുമല്ല, ചെന്നൈയിൽ ഇരിക്കുന്ന ബിഗ് ബോസ് വീട്ടിനകത്ത് കിട്ടും. ഇതാ കണ്ടോ കൊടുത്ത കൊടുപ്പ്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. ബിൻസി അല്ലോ ബിന്നി അല്ല ബിന്നി അല്ലോ ബിൻസി തന്നെ. ബിൻസി ചോദിച്ചു മേടിച്ചു.
ആ സ്പോട്ടിൽ തന്നെ ഷാനവാസിന് അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു സ്കില്ല് കിട്ടിയെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഇതിനകത്ത് പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ നവീന് ഡ്രസ്സൊക്കെ കിട്ടിയപ്പോഴത്തേനും കോൺഫിഡൻസ് വല്ലാണ്ട് കൂടി നവീൻ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ നവീൻ്റെ പ്രിയ സുഹൃത്തായ ഹിന്ദിക്കാരിക്ക് ഒരു ചെറിയ ഉപദേശം കൊടുത്തു. ഈ ഉപദേശത്തിന്റെ കഴമ്പുള്ള സാധനം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു കേട്ടോ. എന്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ സിംഗിൾ ആയിരിക്കണം. എൻ്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ സിംഗിൾ ആയിരിക്കണം. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ അസൂയ എന്ന് പറയും. പെണ്ണ് കിട്ടാത്തവന് അല്ലെങ്കിൽ ചറക്കം കിട്ടാത്തവന് ആർക്കും ഒരാൾക്കാട്ട് മറ്റൊരാള് അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് കണ്ടിട്ടുള്ള കണ്ണുകടി എന്ന് പറയും. എനിക്ക് പെണ്ണ് കിട്ടിയില്ല, നിനക്കും കിട്ടണ്ട. ഇതൊരു വൃത്തികെട്ടവനാടാ നിന്റെ മൈൻഡ്. എൻ്റെ ഫ്രണ്ട് എന്നെ പോലെ സിംഗിൾ ആയിരിക്കണം. അപ്പൊ ഇജ്ജ് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അവര് കമ്മിറ്റഡ് ആയിക്കോണം ഇല്ലയോ? ഇത് എന്തൊരാശയവിടെ ഇതെല്ലാം. ഈ ഇതിനും വേണ്ടി മണ്ടന്മാരെ എവിടുന്ന് ഇവർക്കൊക്കെ കിട്ടിയെന്നുള്ള ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്കിനകത്ത് മറ്റാൾ കൊള്ളില്ല, ഞാനാണ് സൂപ്പർ എന്ന് തെളിയിക്കേണ്ടതിന് പകരം എൻ്റെ കൈക്ക് എന്തുവായി, അതാണ് ഇതിങ്ങനെ ആയത്. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, ഞാൻ നന്നായിട്ട് കക്കൂസ് കഴുകും. കഷ്ടം തന്നെ. ബിഗ് ബോസ് അപ്ഡേറ്റ് ആയി, കണ്ടസ്റ്റൻസ് ഒന്ന് അപ്ഡേറ്റ് ആവട്ടെ. ബിഗ് ബോസ് എന്നാ കിട്ടുക്കം പണിയൊക്കെ നിങ്ങൾക്ക് തരുന്നത്, അത് മനസ്സിലാക്കാൻ പോലും വിവരമില്ലാത്ത കുറേ എണ്ണം. കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റു വീഡിയോ ആയിട്ടാണ്.